13-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു മഹാനായ കവിയുണ്ട്, കേട്ടിട്ടുണ്ടോ റൂമിയെ പറ്റി? റൂമിയുടെ ഒരു കവിതയിൽ ഇതിന്റെ ഒരു ഈ കഥയുടെ ഒരു അംശമുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. അതേപോലെ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന 1001 രാവുകളിൽ നിന്നും ഈ കഥയുടെ ഒരു ആദ്യത്തെ രൂപം ഉണ്ടായിരുന്നു. അവിടെ നിന്നൊക്കെയാണ് മൗലംപുയിൽ ഇത് എടുത്ത് ഡെവലപ്പ് ചെയ്തതെന്നൊക്കെ പറയപ്പെടുന്നത്. അപ്പൊ എന്തായാലും കൂടുതൽ ഒത്തിരി പറയണമെന്നുണ്ട്, പക്ഷെ നമ്മുടെ നമ്മളോട് സംസാരിക്കാൻ കാത്തിരിക്കുന്നുണ്ട്. മാഷ് ഇതിനെപ്പറ്റി ഇതിന്റെ വേറെ ചില വശങ്ങളൊക്കെ പറയുമെന്നാണ് ഞാൻ കരുതുന്നത്. മാത്രമല്ല വായനാവട്ടത്തിന്റെ ഒരു ഇപ്പോഴിത് സംഭവിക്കുന്നത് തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ഇവിടെ ഉള്ളത് കൊണ്ടാണ്, അത് പറയാതിരിക്കാൻ വയ്യ. മാഷ് വായനയിലും വിജ്ഞാനത്തിലും അങ്ങേയറ്റം ആഴത്തിൽ നമ്മൾ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് ആഗ്രഹിക്കുകയും നമ്മളോടൊക്കെ പറയുകയും ചെയ്യുന്ന ആളാണ്. മാഷുള്ളതുകൊണ്ടാണ് നമ്മൾ പല പരിപാടികൾക്കിടയിലും തിരക്കിനിടയിലും പലപ്പോഴും അവഗണിക്കാൻ പലപ്പോഴും പറ്റുന്ന തരത്തിലൊക്കെ കിടക്കുന്ന ചില പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നത് ബഹുമാനപ്പെട്ട HMന്റെ പിന്തുണ ഉള്ളതുകൊണ്ടാണ്. മാഷ ആൽക്കമിസ്റ്റിനെ പറ്റിയും ഫലന്റെ അവതരണത്തെ പറ്റിയും മറ്റ് നിങ്ങളോട് സംസാരിക്കും. ഹരിമാഷിന്റെയും ടീച്ചറുടെയും ടീച്ചറുടെയും ഒക്കെ നേതൃത്വത്തിൽ ഈ വായനാ വട്ടം പരിപാടി നടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ തുടക്കം കുറിച്ചെങ്കിലും ഇത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള കാര്യത്തിൽ അല്ലെങ്കിൽ ഇത് മുന്നോട്ട് പോകുക എന്നുള്ള കാര്യത്തിൽ ഒരു വലിയ ഒരു പേടിയും ഒരു ഉത്കണ്ഠയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇല്ല എന്ന് മാത്രമല്ല, മറിച്ച് കൂടുതൽ കരുത്തോടെ നല്ല ആത്മാർത്ഥമായിട്ട് കുറെ കുട്ടികൾ ഇവിടെ ആ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അത് വായിക്കാനും കേൾക്കാനും ചർച്ച ചെയ്യാനും വേണ്ടിയിട്ട് എത്തുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും അഭിമാനകരമായിട്ടുള്ള, ഞങ്ങൾക്കൊക്കെ ആഹ്ലാദം ഉണ്ടാക്കുന്ന ഒരു കാര്യമെന്ന് ഉള്ളത് ഞാൻ നിങ്ങളോട് തുറന്ന് സമ്മതിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ആദവിന്റെ അച്ഛൻ സജിയേട്ടൻ നല്ലൊരു വായനക്കാരനും, മലയാളം മാത്രമല്ല തമിഴ് ഭാഷയിൽ ഉൾപ്പെടെയുള്ള കൃതികളൊക്കെ നന്നായിട്ട് നിരന്തരം വായിച്ച് അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു സാഹിത്യ ആസ്വാദകൻ കൂടിയായിട്ടുള്ള അദ്ദേഹത്തിന്റെ സാന്നിധ്യവും വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. നമ്മളിവിടെ തെരഞ്ഞെടുത്തിട്ടുള്ള പുസ്തകങ്ങളൊന്നും ഒട്ടും മോശമായിട്ടുള്ള പുസ്തകങ്ങളല്ല. കഴിഞ്ഞ ദിവസം ഹരിമാഷ് ക്രിസ്റ്റോവിന്റെ ആ പുസ്തകത്തിനെ പറ്റി ഈ കഴിഞ്ഞ വ്യാഴാഴ്ച ഇതേമാതിരിയുള്ള കഴിഞ്ഞ ആഴ്ച ഇതേ സമയം കോഴിക്കോട് ബീച്ചിൽ വെച്ചിട്ട് നമ്മൾ ഇവിടെ ചർച്ച ചെയ്ത ഒരു പുസ്തകത്തിനെ കുറിച്ച് വലിയ 1 മണിക്കൂർ സെഷൻ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് ആലോചിക്കുമ്പോഴാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്ന പുസ്തകത്തിന്റെ ഒരു ഗൗരവം എന്തായിരുന്നു എന്നുള്ളത് ബോധ്യപ്പെടുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് പ്രസിദ്ധീകരിക്കപ്പെട്ട ആ പുസ്തകത്തിനെ കുറിച്ച് നമ്മളിവിടെ ചർച്ച ചെയ്തതുപോലെ വലിയ ആൾക്കൂട്ടത്തിന്റെ മുന്നിൽ, വലിയൊരു പ്രൗഢഗംഭീരമായിട്ടുള്ള സദസ്സിന്റെ മുന്നിൽ ഒരു ഇംഗ്ലീഷിൽ അവതരിപ്പിക്കുന്ന ഒരു സെഷൻ അവിടെ നടക്കുകയുണ്ടായി. അതേപോലെ തന്നെ ആദവ് ഇവിടെ അവതരിപ്പിച്ച റാം കെയർ ഓഫ് ആനന്ദിയുടെ ഇംഗ്ലീഷ് പരിഭാഷയെ കുറിച്ചും അതിനെക്കുറിച്ചും ഒക്കെ ഉള്ള ചർച്ചകള്, അഖിൽ പി ധർമ്മജനുമായിട്ടുള്ള അഭിമുഖങ്ങളൊക്കെ ആ കോഴിക്കോട് വെച്ച് നടന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ നടക്കുകയുണ്ടായി. അതുപോലെ വളരെ പ്രശസ്തമായിട്ടുള്ള കൃതികളെ കുറിച്ചാണ് നിങ്ങൾ ഓരോ കുട്ടികളും ഇവിടെ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു എടുത്തു പറയത്തക്ക സവിശേഷതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി നമുക്ക് എഴുത്തുകാരും വായനക്കാരുമായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു രചനാ ശില്പശാലയെ കുറിച്ച് ഞങ്ങൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഉണ്ടാവില്ലേ? നന്നായിട്ട് നിങ്ങളെ എങ്ങനെയാണ് വായനയുടെ അരിമാഷ് ഇവിടെ നേരത്തെ പറഞ്ഞ മാതിരി ഒരു കൃതിയെ ഏതൊക്കെ തരത്തിൽ വായിക്കാം, ആരും കാണാത്തത് എങ്ങനെ കണ്ടെത്താം എന്നൊക്കെ ഉള്ള തരത്തിൽ പുതിയ തരത്തിലുള്ള വായനകളെ കുറിച്ച് പരിചയപ്പെടുത്തുന്നതിനും അതുപോലെ വായിച്ച കൃതികളെ കുറിച്ച് സൂക്ഷ്മമായിട്ട് മറ്റ് രീതിയിലൊക്കെ ആവിഷ്കരിക്കുന്നതിനും വേണ്ടിയിട്ട് എഴുത്തുകാരായിട്ടുള്ള വായനയുടേതായിട്ടുള്ള ഇതുപോലെ ഒക്കെയുള്ള പ്രതിഭകളുടെ അംശങ്ങളുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ഒരു ശില്പശാല നല്ല പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകരുടെ നേതൃത്വത്തിൽ നടത്താൻ പോവുക. ചിലപ്പോ അത് ചില ശനിയാഴ്ചകളൊക്കെ ആയിരിക്കും നടത്തുക. നിങ്ങൾ ഉണ്ടാവുമോ? വരുമോ? ശനിയാഴ്ചകളിൽ മറ്റെന്ത് പരിപാടിയും മാറ്റി വെച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന മുഴുവൻ കുട്ടികളും അതിൽ പങ്കെടുക്കണം. എന്നിട്ട് നിങ്ങളുടെ രചനകളൊക്കെ നമ്മൾ പ്രസിദ്ധീകരിക്കും. ഏറ്റവും മികച്ച രചനകളൊക്കെ വളരെ പ്രശസ്തമായിട്ടുള്ള മറ്റേതെങ്കിലുമൊക്കെ ആനുകാലികങ്ങൾക്ക് നമ്മൾ അയച്ചു കൊടുക്കാനൊക്കെ നമ്മൾ ശ്രമിക്കും. അപ്പൊ അതിനൊക്കെ നിങ്ങളുടെ താല്പര്യവും പിന്തുണയും ഉണ്ടാവണം.
ഒരുപക്ഷെ നാളെ പൗലോ കൊയ്ലോയെ പോലെ പ്രശസ്തരായിട്ടുള്ള എഴുത്തുകാര് ഈ റൂമിൽ നിന്ന് ഉണ്ടായിക്കൂടാ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവതരണത്തിനായിട്ട് നമുക്ക് സലനെ ഈ കഥയിലെ നായകൻ ധനികനായ കച്ചവടക്കാരന്റെ മകൻ സാന്റിയാഗോ ആണ്. തന്റെ കുടുംബത്തിന് അത്യാവശ്യത്തിലധികം സ്വത്തുണ്ടായിട്ടും താൻ അതെല്ലാം ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. സാന്റിയാഗോ എന്ന ബാലന്റെ മാതാപിതാക്കളുടെ ആഗ്രഹം അവനൊരു പുരോഹിതനായി കാണുക എന്നായിരുന്നു. പക്ഷെ അതിലൊട്ടും താല്പര്യമില്ലാത്ത അവന്റെ ആഗ്രഹം മാതാപിതാക്കളോട് ഒരു ദിവസം തുറന്നു പറയുകയുണ്ടായി. അവന്റെ മുമ്പിൽ 2 വഴികളായിരുന്നു തുറന്നത്. ഒന്നെങ്കിൽ തങ്ങളുടെ മാതാപിതാക്കളുടെ ആഗ്രഹത്തിന് മുതിർന്നുകൊണ്ട് ഒരു പുരോഹിതനായി സുഖത്തോടെ തൻ്റെ മനസ്സിനെ അടക്കി വെച്ചുകൊണ്ട് ജീവിക്കുക, അല്ലെങ്കിൽ വെറും ആട്ടിടയനായിക്കൊണ്ട് തൻ്റെ ആഗ്രഹം പോലെ ഈ ലോകം തനിക്ക് ചുറ്റി കാണാൻ കഴിയുന്ന അത്ര കാണുക. അവനിത് ആലോചിക്കാൻ വലിയ സമയമെടുത്തില്ല. അവന്റെ മുമ്പിലുള്ള 2ാമത്തെ വഴി തിരഞ്ഞെടുത്തു. അവന്റെ പിതാവ് തൻ്റെ ആഗ്രഹം കയ്യിലുണ്ടായിരുന്ന 2 നാണയങ്ങൾ അവന് ആടിനെ വാങ്ങാൻ കൊടുക്കുകയായിരുന്നു ചെയ്തത്. അവൻ അതുകൊണ്ട് ആടിനെ വാങ്ങുകയും തുടരുകയുമാണ് ഉണ്ടായത്. അവൻ ആട്ടിടയനായി മാറിയ 2 വർഷം അവൻ അനേകം കാര്യങ്ങൾ പഠിക്കുകയുണ്ടായി. അവൻ പഠിച്ചത് എങ്ങനെ ഒരു ആട്ടിടയനാവാം, ഒരു ആട്ടിടയന്റെ ചുമതല എന്തെല്ലാമാണ് എന്നൊന്നും മാത്രമായിരുന്നില്ല. അതിലൂടെ പ്രകൃതിയുടെ ചലനങ്ങൾ അവന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ജന്മം തന്ന മണ്ണിൽ ജീവിതതാളം ഇടിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇതെല്ലാം അവനൊരു പുസ്തകത്തിലൂടെയും അല്ല മനസ്സിലാക്കിയത്, മറിച്ച് ജോലി ചെയ്യുമ്പോഴും പ്രകൃതിയെ നിരീക്ഷിച്ചുകൊണ്ടായിരുന്നു. അവൻ തന്റെ ആളുകളുമായുള്ള യാത്രയിൽ കരുതാറുള്ളത് സാധനങ്ങൾ തൂക്കിക്കൊണ്ടുപോകാൻ സഞ്ചിയും യാത്രയുടെ ഇടയിൽ വായിക്കാനും തനിക്ക് കിടക്കാനൊരു തലയണയായി ഉപയോഗിക്കാൻ മാത്രം കട്ടിയുള്ള തലയണയും രാത്രിയിൽ തണുപ്പിൽ നിന്ന് രക്ഷ നേടാനും രാവിലത്തെ ഉള്ളുപുകയുന്ന ചൂടിൽ നിന്ന് കാക്കാനും ഉചിതമായി കട്ടിയുള്ള ഒരു കോട്ടും. വളരെ പഴക്കം ചെന്ന വസ്ത്രങ്ങളായിരുന്നു അവൻ്റേത്. ഇത്രത്തോളം നിസ്സാരമായ കാര്യങ്ങളും കൊണ്ടാണ് അവൻ്റെ യാത്ര എപ്പോഴും തുടങ്ങിയിരുന്നത്. നാം അവൻ്റെ യാത്രാ ജീവിതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അത് വളരെ ലളിതമായാണ് തോന്നുന്നതെങ്കിലും അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഓരോ ദിവസവും സുഖമായി കഴിച്ചുകൂട്ടാനുള്ള വിലപിടിപ്പുള്ളതും അമൂല്യമുള്ളതും വസ്തുക്കളാണിവ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പുലർച്ചെ ഞാൻ നമ്മുടെ ആഗ്രഹത്തിന് വേണ്ടി ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുമോ? ഇങ്ങനെ ഇറങ്ങിത്തിരിച്ചാൽ തന്നെ നമ്മുടെ മനസ്സിനെ നമുക്ക് സന്തുഷ്ടമാക്കാൻ കഴിയുമോ? അതെ, കഴിയുക തന്നെ ചെയ്യും. അതാണ് ജീവിതത്തിൻ്റെ പൊരുൾ. സാന്റിയാഗോ യാത്രയിൽ വലിയ ലക്ഷ്യമൊന്നുമില്ലായിരുന്നു. യാത്രയിൽ 2 പ്രാവശ്യം അവനൊരു സ്വപ്നം കണ്ടു, തികച്ചും വിചിത്രമായ ഒരു സ്വപ്നം. ആ സ്വപ്നത്തിൽ ഒരു സ്ത്രീ അവന് നിധി എവിടെയാണെന്ന് കാണിച്ചു കൊടുക്കുകയായിരുന്നു. ആ നിധി അനേകായിരം കാതകൾ അപ്പുറം പിരമിഡുകളുടെ അരികെയായിരുന്നു. തുടക്കത്തിൽ നിമിത്തത്തിലും മക്തൂബിലും ഒന്നും വിശ്വസിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു സാന്റിയാഗോ എന്ന ഈ ഇടയ ബാലൻ. ഇവിടെ ഞാൻ മക്തൂബ് എന്ന അറബി പദം പറഞ്ഞത് ശ്രദ്ധിച്ചുവല്ലോ. മക്തൂബ് എന്ന ഈ വാക്ക് ഞാൻ ഈ കഥയിൽ നിന്ന് തന്നെയാണ് പഠിച്ചത്. ഇതിന്റെ അർത്ഥം എന്നത് തലവിധി എന്നാകുന്നു. ഉദ്ദേശിച്ചത് ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ എന്തെല്ലാം ചെയ്യുമെന്ന് നേരത്തെ തന്നെ ദൈവം ഒരു മഹാഗ്രന്ഥത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. അതിനെ തുടർന്നാണ് ഈ വിശ്വാസത്തെ തുടർന്നാണ് ഈ കാര്യത്തെ പരാമർശിച്ചുകൊണ്ട് അതിന് തെളിച്ചത്തിലുള്ള രൂപം കൊടുത്തുകൊണ്ട് ഈ വാക്ക് രൂപപ്പെട്ടത്. അത് പിന്നെ അറബി ഭാഷയിൽ പ്രചരിക്കപ്പെട്ടതും. ഈ ആൽക്കമിസ്റ്റ് എന്ന നോവലിൽ ഉടനീളം കാണാവുന്ന ഒരു വാക്കും സാഹചര്യവുമാണ് ഈ മക്തൂബ് എന്ന് ചുരുക്കത്തിൽ പറയാനാണ്. നിധി അന്വേഷിച്ച് പുറപ്പെടുന്ന യാത്രയാണ് അവന്റെ ഇതിവൃത്തം. ഈ നോവൽ 3 കഥാപാത്രങ്ങളുണ്ട്. ഈ ഇടയബാലന് തന്റെ ലക്ഷ്യം ഒരു രാജാവ്. ആ രാജാവ് ഈ ബാലന് അവന്റെ കൂടെ ഉണ്ടായിരുന്ന 6 ആടുകൾ ഈ ബാലൻ പോകേണ്ട വഴിയും പറഞ്ഞു കൊടുത്തു. അവന് 2
നിറവും മറ്റൊന്നിന് വെളുപ്പ് നിറവുമായിരുന്നു. ഈ കല്ലുകൾ തന്റെ മുന്നോട്ടുള്ള യാത്രയിൽ നിന്ന് തീരുമാനമെടുക്കാൻ അവനെ സഹായിക്കാനായിരുന്നു. അതെ, ഒരു വായനാനുഭവത്തിലുപരി അതെന്റെ അനുഭവം കൂടിയാകുന്നു. ആൽക്കമിസ്റ്റ് എന്ന പുസ്തകത്തെ പറ്റിയാണ് ഞാനെതിരെ പറഞ്ഞത്. ഒരുവിധം എല്ലാവരും കേട്ടിരിക്കാനും വായിച്ചിരിക്കാനും സാധ്യതയുള്ള ഒന്ന് തന്നെയാണ് ഈ ആൽക്കമിസ്റ്റ് എന്ന വാക്ക്. നിങ്ങൾ ആദ്യമായാണ് ഇത് കേൾക്കുന്നതെങ്കിൽ കട്ടിയുള്ള അക്ഷരക്കൂട്ടമാണെന്നേ തോന്നുന്നു. ആൽക്കമിസ്റ്റ് എന്ന നോവലിസ്റ്റിന്റെ രചയിതാവ് മഹാബ്രസീലിയൻ പൗലോ കൊയ്ലോ ആണ്. ഇദ്ദേഹം ബ്രസീലിൽ നിന്നുള്ള സാഹിത്യകാരനായ നാടകകൃത്തും സംവിധായകനും ആകുന്നു. ആൽക്കമിസ്റ്റ് എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് എന്ന പേരിൽ 2009 ഗിന്നസ് ബുക്കിൽ പേര് നേടിയ മഹാവ്യക്തിയാണ് ഇദ്ദേഹം. കാരണം 2009 ഏറ്റവും കൂടുതൽ ഭാഷയിൽ വിവർത്തനം ചെയ്യപ്പെട്ട ഗ്രന്ഥമാണ് ഈ ആൽക്കമിസ്റ്റ് എന്നത്. 1988 ആൽക്കമിസ്റ്റ് എന്ന നോവൽ പോർച്ചുഗീസിലാണ് ആദ്യമായി എഴുതപ്പെട്ടത്. ആൽക്കമിസ്റ്റ് എന്നത് ഒരു ബ്രസീലിയൻ വാക്കാണ്. ആൽക്കമിസ്റ്റ് എന്ന ഈ ബ്രസീലിയൻ വാക്കിന്റെ അർത്ഥം വരുന്നത് ആൽക്കമി പരിശീലിക്കുന്നവൻ എന്നാണ്. ആൽക്കമി എന്ന് വെച്ചാൽ പരീക്ഷണങ്ങൾ നടത്തി അതിൽ നിന്ന് പുതിയ വസ്തുക്കൾ ഉണ്ടാക്കുക, പുതിയ നിമിത്തങ്ങൾ കണ്ടെത്തുക എന്നൊക്കെയാണ്. പക്ഷെ ഈ കഥയിൽ ആൽക്കമിസ്റ്റ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതൊരു ലോഹത്തെയും സ്വർണമാക്കി മാറ്റാൻ കഴിയുന്നവൻ, പുതിയ നിമിത്തങ്ങളെ വ്യാഖ്യാനിക്കാൻ കഴിയുന്നവൻ, പ്രകൃതിയോട് സംസാരിക്കാൻ കഴിയുന്നവൻ, നിമിത്തങ്ങൾ അറിയാൻ കഴിയുന്നവനും എന്നൊക്കെയാണ്. ഇങ്ങനെയെല്ലാം വളരെ ശക്തിയുള്ളതും ജ്ഞാനിയുമായ ഒരാളാകുന്നു ആൽക്കമിസ്റ്റ്. കഷ്ടങ്ങളും ചതുരവും നിറഞ്ഞതാണെങ്കിലും അയാൾ ആ യാത്ര ആസ്വദിക്കുന്നു. നിധി തേടി യാത്ര പോയ സാന്റിയാഗോ അവസാനം മനസ്സിലാക്കുന്നു താൻ നിധി തേടിയെടുത്ത് തന്നെയാണ് ആ നിധി ഉള്ളത്. പിന്നെ യാത്രയിൽ കണ്ടുമുട്ടുന്ന ഓരോരുത്തരിൽ നിന്നും സാന്റിയാഗോ ഓരോരോ പാഠങ്ങൾ പഠിക്കുന്നു. ലോകത്തെ അറിയുന്നതാണ് ഏറ്റവും വലിയ അറിവെന്നും പ്രകൃതിയാണ് ഏറ്റവും വലിയ പാഠശാലയെന്നും സാന്റിയാഗോ മനസ്സിലാക്കുന്നു. നമുക്ക് പ്രത്യാശ നൽകുന്ന ഒരുപാട് വാചകങ്ങളുണ്ട് ഈ പുസ്തകത്തിൽ. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവ ഇവയാണ്. ഈ കൊച്ചമ്മ പൗലോ അയ്യപ്പ കൊയ്ലോ എന്ന സിനിമയിൽ കുഞ്ചാക്കോ ബോബൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു വരുന്ന ഒരു വാചകമില്ലേ, പൂർണ്ണ മനസ്സോടെ എന്തെങ്കിലും നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ലോകം മുഴുവൻ ആ കാര്യം സാധിക്കുന്നതിന് വേണ്ടി നിങ്ങളെ പിന്തുണയ്ക്കും. സഫലമാക്കാൻ തക്കവണ്ണമുള്ള ഒരു സ്വപ്നം മനസ്സിലുണ്ടാകുമ്പോഴേ ജീവിതം അർത്ഥപൂർണമാവുകയുള്ളൂ. കൈവശമില്ലാത്ത വസ്തു പങ്കുവയ്ക്കാൻ ശ്രമിക്കുന്നത് വിഡിത്തമാണ് എന്ന് തുടങ്ങിയവ. ജീവിതത്തിന് ഒരു ലക്ഷ്യം ഉണ്ടാകണമെന്നും ആ ലക്ഷ്യം നേടാൻ നമ്മൾ കഠിനമായി പ്രയത്നിക്കണമെന്നും ആ ലക്ഷ്യം നേടുന്ന വഴിയിലുള്ള വെല്ലുവിളികൾ നമ്മൾ ധീരമായി നേരിടണമെന്നും ഈ പുസ്തകം നമ്മൾ പഠിപ്പിക്കുന്നു. ഈ പുസ്തകം എല്ലാവരും വായിച്ചിരിക്കേണ്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു. നന്ദി. സർഗാത്മകതയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സിലാണ് നമ്മളുള്ളത് അല്ലേ. ഇത് സീരിയസ് ആയൊരു ആണ്. നമുക്കറിയാം നമ്മുടെ HMഉം വായനാവട്ടത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്ന നിഷ ടീച്ചറും ഹരിം സാറും പിന്നെ വായനയിൽ താല്പര്യമുള്ള എല്ലാ കുട്ടികളും കൂടി ചേർന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സർഗാത്മകമായ ഒരു മുഹൂർത്തമാണിത്. പ്രധാനപ്പെട്ടത് തന്നെയാണ് നമ്മുടെ നിങ്ങളുടെയും ഞങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ അല്ലേ. എനിക്ക് അഭിമാനം തോന്നുന്നു, ഞാനൊന്നും നിങ്ങളുടെ പ്രായത്തിൽ ഈ ഒരു പുസ്തകത്തെക്കുറിച്ച് കേട്ടിട്ടില്ല, വായിച്ചിട്ടില്ല. ഞാൻ ഈ പേര് കേട്ടിരുന്നു. അന്നൊന്നും സോഷ്യൽ മീഡിയ എത്രത്തോളം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ പുസ്തകങ്ങളെക്കുറിച്ചൊന്നും കൂടുതൽ അറിയുന്നില്ല. ലൈബ്രറി മാത്രമേ നമുക്ക് ശരണമുള്ളൂ. സ്കൂൾ ലൈബ്രറിയിലൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല, ഞങ്ങളുടെ ഒന്നും നിങ്ങളുടെ പ്രായത്തിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ പരിചയപ്പെടുന്നത് എൻ്റെ മോള് നിങ്ങളുടെ പ്രായത്തിലിരിക്കുന്ന സമയത്ത് അവൾ സ്കൂളിൽ നിന്നും കൊണ്ടുവന്ന് നിങ്ങളെപ്പോലെ വായനയിൽ താല്പര്യമുള്ള ഒരു കുട്ടി ആയതുകൊണ്ട് അവളായിരുന്നു എന്നെ പരിചയപ്പെടുത്തി തന്നത്.
എൻ്റെ മോളാണ് എന്നെ ആ പുസ്തകം പരിചയപ്പെടുത്തി തന്നത്. നമ്മൾ ചെറിയ ചെറിയ പുസ്തകങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നത് കൊണ്ട് ആ പുസ്തകം എനിക്ക് എന്താണെന്നുള്ളതും ചെറിയൊരു വായന, വലിയ ആഴത്തിലുള്ള വായനയൊന്നും അന്ന് നടത്തിയിരുന്നില്ല, വർഷങ്ങൾക്ക് മുമ്പാണ്. ഇപ്പം സലാൻ മൂസ നമുക്കറിയാം, ഒരു ട്രിക്കി ആയിട്ടുള്ള അവൻ അവതരിപ്പിച്ച രീതി എനിക്ക് ഇഷ്ടപ്പെട്ടു. അവൻ അങ്ങോട്ട് കൃത്യമായിട്ട് നിങ്ങളെ എടുത്ത് അങ്ങ് പറഞ്ഞു തന്നിട്ടില്ല, അവൻ വായിച്ചിട്ടുണ്ട് അവൻ്റെതായ രീതിയിൽ അവൻ്റെതായ ഭാഷയിൽ നിങ്ങൾക്കൊരു സ്പാർക്ക് ഇട്ട് തന്നുകൊണ്ട് നിധി തേടി പോയ സാന്റിയാഗോയെ പരിചയപ്പെടുത്തി തരിക മാത്രമേ ചെയ്തിട്ടുള്ളൂ. നിധി കിട്ടിയോ? അതവ് ചോദിച്ചു, നിധി കിട്ടിയോ അല്ലേ? പിന്നീട് എന്തായി എന്നുള്ള ചോദ്യത്തിനൊക്കെ ഉത്തരം ആര് കണ്ടുപിടിക്കണം? സാന്റിയാഗോ നിധി തേടി പോയിട്ടുണ്ട്, കിട്ടിയോ സാന്റിയാഗോയ്ക്ക്? എന്തായിരുന്നു നിധി? ആ നിധി തേടി പോയ യാത്രയിൽ എന്തൊക്കെ സംഭവിച്ചു എന്നൊക്കെയുള്ള ചെറിയ ചെറിയ വിവരണങ്ങൾ തന്നുകൊണ്ട് ബാക്കി അന്വേഷിക്കാനുള്ള ഒരു കൗതുകം നിങ്ങളിലേക്ക് ഇട്ടുകൊണ്ടാണ് സലൻ അത് അവതരിപ്പിച്ചത്. അവൻ്റെതായ ആ ഒരു 9ാം ക്ലാസ്സുകാരൻ്റെതായ രീതിയിലുള്ളൊരു അവതരണമായിരുന്നു. വെരി ഗുഡ്, നന്നായി. അപ്പം ഞാൻ ഈ പുസ്തകത്തെക്കുറിച്ച് എൻ്റെ ഒരു ഞാൻ പറഞ്ഞല്ലോ, അന്ന് ആ പുസ്തകം എന്താണെന്ന് പരിചയപ്പെട്ടു. പിന്നീട് എനിക്ക് കൂടുതൽ ആവശ്യമായി വന്നത് 9ാം ക്ലാസ്സിൽ നമുക്കൊരു പൗലോ കൊയ്ലോയുടെ ഈ പുസ്തകത്തിൻ്റെ ഒരു ഭാഗം പഠിക്കാനുണ്ട്. 9ാം ക്ലാസ്സുകാരുണ്ടോ അവിടെ? 9 അല്ല, സോറി, 8 ഏതായിരുന്നു അത്? എണ്ണ നിറച്ച കരണ്ടി എന്നുള്ള ഒരു പാഠം മലയാള സെക്കൻഡിൽ പഠിക്കാനുണ്ട്. ആ സമയത്താണ് നിങ്ങൾക്ക് കൂടുതൽ പറഞ്ഞു തരണേ, എനിക്ക് അറിയണമല്ലോ. ആ സമയത്താണ് ഞാനിതൊന്ന് ഇത്തിരി ഒരു വായന നടത്തിയത്, കുറച്ചും കൂടി നന്നായിട്ടൊരു വായന നടത്തിയത്. പിന്നെ അതിൻ്റെ റിവ്യൂസൊക്കെ കേൾക്കുകയും ചെയ്തു. അതാണ് എൻ്റെ ഈ വായനാനുഭവം എന്ന് പറയുന്നത്. കൂടുതൽ ആഴത്തിലുള്ള വായനയല്ല, എങ്കിലും ഞാൻ മനസ്സിലാക്കിയത് ഒന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാം. ഇത് ശരിക്കും ഒരു നോവൽ എന്നതിലുപരി ഇതെല്ലാവരും ഇപ്പോൾ എടുത്ത് ഉപയോഗിക്കുന്ന സന്ദർഭം ഏതാണ്? എങ്ങനെയാണ് ഈ നോവൽ പ്രസിദ്ധമായത്? ആ ഒരു നോവലിൻ്റെ ഒരു മാജിക്കൽ പവറാണോ അല്ല വേറെ ഏതോ രീതിയിലാണോ ഇത് പ്രസിദ്ധമായത്? ഏതാന്ന് പറയാൻ പറ്റുമോ? നോവലിൻ്റെ ആ ഒരു ആ നോവൽ എന്നുള്ള ഒരു പുതുമയാണോ അല്ല വേറെ വല്ല രീതിയിലാണോ? ഇത് കൂടുതൽ എടുത്ത് ഉപയോഗിക്കുന്നത് ആരാന്നറിയോ? മോട്ടിവേഷണൽ സ്പീച്ച് നടത്തുന്ന അല്ലെ, പ്രചോദനാത്മകമായ പ്രസംഗങ്ങൾ നടത്തുന്ന മോട്ടിവേഷണൽ ഇൻസ്പിറേഷൻ സ്പീച്ചൊക്കെ നടത്തുന്നവരെ കണ്ടിട്ടില്ലേ നിങ്ങൾ? മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ നടത്തുന്നവരാണ് പൗലോ കൊയ്ലോയുടെ ഈ പുസ്തകവും അതിലുള്ള കോട്ട്സ് ഒക്കെ കൂടുതൽ എടുത്ത് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതൊരു നോവൽ എന്നതിലുപരി പ്രചോദനാത്മകമായ ജീവിതത്തിന് നൈരാശ്യം ബാധിച്ച് നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിസ്സഹായമായി നിൽക്കുന്ന അവസ്ഥയിൽ ദുഃഖം നമ്മുടെ മനസ്സിനെ അത്യഘാതമായിട്ട് ബാധിക്കുന്ന സമയത്ത് നമുക്ക് ജീവിതം എല്ലാം ഇട്ടെറിഞ്ഞ് പോകേണ്ടി വരുന്ന ഒരു സമയത്ത് ഈ പുസ്തകത്തിലുള്ള അതിലെ നടത്തിയ യാത്രയിലെ ഒരു കുട്ടി നടത്തിയ യാത്രയിലുള്ള അനുഭവങ്ങൾ നമുക്ക്